1 മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണോ നിങ്ങളുടെ വീട്ടിലുള്ളത്? എങ്കിൽ വർഷം 1500 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്ന കേരള സർക്കാരിന്റെ കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് നിങ്ങളും അറിഞ്ഞിരിക്കണം. 2026-27 അധ്യയന വർഷത്തേക്കുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. സെപ്റ്റംബർ 30, 2026 സ്കൂൾ തലത്തിലുള്ള അപേക്ഷാ നടപടികളും ഡാറ്റ എൻട്രിയും പൂർത്തിയാക്കണമെന്നാണ് നിലവിലെ റിപ്പോർട്ട്. ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തൊക്കെയാണ് യോഗ്യത, അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള വിശദമായ വിവരങ്ങൾ നോക്കാം. ആദ്യം എന്താണ് കെടാവിളക്ക് സ്കോളർഷിപ്പ് എന്ന് പറയാം. കേരള സർക്കാരിന്റെ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് വഴി നടപ്പാക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക് പദ്ധതി. കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികളെയാണ് പദ്ധതിയിൽ പരിഗണിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 1500 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. എന്നാൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കണമെന്നില്ല. പഠന മികവും കുടുംബത്തിന്റെ വാർഷിക വരുമാനവും പരിഗണിച്ചാണ് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത്. ഫണ്ടിന്റെ ലഭ്യതയും ഇതിൽ പ്രധാനമാണ്. അതുപോലെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥി OBC വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഒപ്പം കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരിക്കണമെന്നും നിർബന്ധമുണ്ട്. കുടുംബത്തിന്റെ പരമാവധി വാർഷിക വരുമാന പരിധി 2.5 ലക്ഷം രൂപ വരെ ഉള്ളവരെയാകും പരിഗണിക്കുക. അതായത് കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ഈ പദ്ധതിയിൽ പരിഗണിക്കപ്പെടില്ല. അതുപോലെ 2 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയാണ് പരിഗണിക്കുക. മുൻ വർഷത്തെ വാർഷിക പരീക്ഷയിൽ 90% അതിൽ കൂടുതലോ മാർക്ക് നേടിയവർക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മുൻ വർഷത്തെ പരീക്ഷാ മാർക്ക് എന്ന മാനദണ്ഡമില്ലാത്തതിനാൽ കുറഞ്ഞ കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്ക് ഗ്രേഡ് ആക്കി മാറ്റിയ ശേഷമുള്ള ശതമാനമല്ല അപേക്ഷയിൽ നൽകേണ്ടത്. മുൻ വർഷത്തെ പരീക്ഷയിൽ ലഭിച്ച യഥാർത്ഥ മാർക്കിന്റെ ശതമാനമാണ് രേഖപ്പെടുത്തേണ്ടത്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, OEC നിർദ്ദിഷ്ട OBC അതായത് മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ സമാന സ്കോളർഷിപ്പ് ഉള്ളവർക്ക് കെടാവിളക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടാകില്ല. അതുപോലെ സമാനമായ സ്കോളർഷിപ്പ് പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ചില വിഭാഗങ്ങളെയും ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനാൽ വിദ്യാർത്ഥിയുടെ ജാതി, കാറ്റഗറി എന്നിവയിൽ സംശയമുണ്ട് എങ്കിൽ അപേക്ഷിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട പിന്നോക്ക വികസന വകുപ്പ് മേഖല ഓഫീസുമായി ബന്ധപ്പെടുന്നതാകും നല്ലത്. ഇനി പല രക്ഷിതാക്കൾക്കും സംശയമുള്ള കാര്യമാണ് LSS, USS തുടങ്ങിയ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നത്. LSS, USS, NTSE, NMMS, ഭിന്നശേഷി സ്കോളർഷിപ്പ്, സ്നേഹപൂർവ്വം തുടങ്ങിയ മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും കെടാവിളക്കിന് അപേക്ഷിക്കാമെന്ന് നിലവിലെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതായത് മറ്റൊരു സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ട് എന്ന കാരണത്താൽ മാത്രം കെടാവിളക്കിന് അയോഗ്യരാക്കണമെന്നില്ല. എന്നാൽ സമാനമായ പ്രീ മാട്രിക് സ്കോളർഷിപ്പ് പദ്ധതികളിൽ ഉൾപ്പെട്ടവർക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഉണ്ടാകാം. അതിനാൽ വിദ്യാർത്ഥിയുടെ കൃത്യമായ വിഭാഗവും നിലവിലുള്ള ആനുകൂല്യങ്ങളും പരിശോധിക്കണം. ഇനി സ്കോളർഷിപ്പിന് എങ്ങനെ അപേക്ഷിക്കാം എന്ന കാര്യം കൂടി വ്യക്തമാക്കാം. കുട്ടികളെ സ്കോളർഷിപ്പിന് ചേർക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് സ്കൂളുകളാണ് E-ഗ്രെയിൻസ് പോർട്ടൽ വഴി ഡാറ്റ എൻട്രി നടത്തുന്നത്. അതിനാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളുമായി ബന്ധപ്പെടുക എന്നതാണ്. അപേക്ഷാ ഫോം സ്കൂളിൽ നിന്ന് ലഭ്യമാകും. തുടർന്ന് ആവശ്യമായ വിവരങ്ങളും രേഖകളും സഹിതം അപേക്ഷ സ്കൂളിൽ സമർപ്പിക്കാവുന്നതാണ്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട രേഖകളിൽ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി തെളിയിക്കുന്ന രേഖകൾ, വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയാണ്. സ്കോളർഷിപ്പ് തുക വിദ്യാർത്ഥിയുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നൽകുന്നത്. അതിനാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യവും സജീവവുമാണെന്ന് ഉറപ്പാക്കണം. 2026-27 അധ്യയന വർഷത്തേക്കുള്ള കെടാവിളക്ക് സ്കോളർഷിപ്പിന്റെ അപേക്ഷാ നടപടികൾ 2026 സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്നാണ് നിലവിലെ റിപ്പോർട്ടിൽ പറയുന്നത്.